ഇന്ത്യയുടെ മണ്ണിലിരുന്ന രാജ്യത്തിന്റെ സുരക്ഷയെ അട്ടിമറിക്കാൻ ശ്രമിച്ച വിദേശ ശക്തികൾക്ക് കനത്ത തിരിച്ചടി. ടൂറിസ്റ്റുകൾ എന്ന വ്യാജേന നുഴഞ്ഞുകയറിയ അമേരിക്കൻ ഉക്രൈൻ പൗരന്മാരടങ്ങുന്ന വൻ സംഘത്തെ ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പൊക്കി. പിടിയിലായ പ്രധാനി ചില്ലറക്കാരനല്ല. ലോകമെമ്പാടും കലാപങ്ങൾ വിതയ്ക്കുന്ന അമേരിക്കൻ കൂലിപ്പടയാളി സാക്ഷാൽ മാത്യു വാൻഡേക്ക്. ഡ്രോൺ യുദ്ധ പരിശീലനം നൽകുക, അനധികൃതമായി അതിർത്തി കടക്കുക, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തിയിലെ സായുധ സംഘങ്ങളുമായി ബന്ധം സ്ഥാപിക്കുക എന്നീ ഗുരുതരമായ കുറ്റങ്ങൾക്കാണ് അമേരിക്കക്കാരനായ മാത്യു വാൻഡേക്കും 6 ഉക്രൈനിയൻ പൗരന്മാരും അറസ്റ്റിലായത്. കൊൽക്കത്തയിൽ നിന്നാണ് മാത്യു പിടിയിലായത്. 3 ഉക്രൈൻ സ്വദേശികളെ ലക്നൌവിൽ നിന്നും മറ്റ് 3 പേരെ ഡൽഹിയിൽ നിന്നും NIA വളഞ്ഞു പിടിച്ചു. മാർച്ച് 27 വരെ കോടതി ഇവരെ 11 ദിവസത്തെ NIA കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ടൂറിസ്റ്റ് വിസയിൽ ഇന്ത്യയിലെത്തിയ 14 ഉക്രൈനിയൻ പൗരന്മാർ ഗുവാഹത്തി വഴി മിസോറാമിലെത്തുകയും അവിടെ നിന്ന് മ്യാൻമറിലേക്ക് കടക്കാൻ പദ്ധതിയിടുകയുമായിരുന്നു എന്നാണ് NIA കണ്ടെത്തൽ. മ്യാൻമറിലെ വംശീയ സായുധ ഗ്രൂപ്പുകൾക്ക് ഡ്രോൺ യുദ്ധത്തിൽ പരിശീലനം നൽകുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ആരാണ് ഈ മാത്യു വാൻഡേക്ക്? സ്വയം ഒരു സുരക്ഷാ അനലിസ്റ്റ് എന്നും ഡോക്യുമെന്ററി നിർമ്മാതാവെന്നും വിശേഷിപ്പിക്കുന്ന ഇയാളുടെ യഥാർത്ഥ മുഖം മറ്റൊന്നാണ്. 2011 ലിബിയൻ ആഭ്യന്തര യുദ്ധത്തിൽ വിമതർക്കൊപ്പം ചേർന്ന് പോരാടിയ ചരിത്രമുണ്ട് ഇയാൾക്ക്. അതിനുശേഷം സൺസ് ഓഫ് ലിബർട്ടി ഇന്റർനാഷണൽ എന്നൊരു സംഘടന തന്നെ ഇയാൾ രൂപീകരിച്ചു. ലോകമെമ്പാടുമുള്ള സംഘർഷ മേഖലകളിൽ സായുധ ഗ്രൂപ്പുകൾക്ക് സൈനിക പരിശീലനം നൽകുന്നതാണ് ഇവരുടെ പണി. ചുരുക്കത്തിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷണൽ ആയുധ ഇടനിലക്കാരൻ. ഈ വിദേശ ശൃംഖല ഇന്ത്യക്ക് ഉയർത്തുന്ന ഭീഷണി വളരെ വലുതാണ്. യൂറോപ്പിൽ നിന്ന് ഇന്ത്യ വഴി വൻതോതിൽ ഡ്രോണുകൾ മ്യാൻമറിലേക്ക് കടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. മ്യാൻമറിൽ സജീവമായ ഈ സായുധ ഗ്രൂപ്പുകൾക്ക് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പല തീവ്രവാദ സംഘടനകളുമായും അടുത്ത ബന്ധമുണ്ട്. അതായത് ഈ വിദേശികൾ നൽകുന്ന ഡ്രോണുകളും ആയുധങ്ങളും പരിശീലനവും ആത്യന്തികമായി തിരിയുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരെ തന്നെയാണ്. 2025 മാർച്ചിൽ തന്നെ അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമുള്ള മുൻ സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥരും കൂലിപ്പടയാളികളും മിസോറാം വഴി മ്യാൻമറിലേക്ക് കടക്കുന്നുണ്ടെന്ന് മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇതാണ് ഇപ്പോൾ NIA കൃത്യമായി തടഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനോ വിദേശ ഏജൻസികളുടെ കൂലിപ്പടയാളികൾക്കോ തോന്നുമ്പോൾ വന്ന് സ്വൈരവിഹാരം നടത്താനുള്ള മണ്ണല്ല പുതിയ ഇന്ത്യ എന്ന് വ്യക്തമാക്കുന്നതാണ് NIAയുടെ ഈ ഓപ്പറേഷൻ. പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതോടെ ഇന്ത്യക്കുള്ളിലെ ഇവരുടെ പ്രാദേശിക ബന്ധങ്ങളും ഗൂഢാലോചനകളും പൂർണ്ണമായും പൊളിച്ചെടുക്കപ്പെടും. രാജ്യത്തിന്റെ അതിർത്തിക്കും സുരക്ഷയ്ക്കും നേരെ വരുന്ന ഭീഷണികൾ അത് ഏത് പാശ്ചാത്യ വമ്പനായാലും ഇന്ത്യ വെച്ച് പൊറുപ്പിക്കില്ല എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ജസ്റ്റിസ്